ഇതേപോലുള്ള ഒരു മനുഷ്യനെ കൊണ്ടൊന്ന് മറ്റേ പരിപാടി ചെയ്യണം. 5 ഡയലോഗാണ് ആ മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചത്. 5 ഡയലോഗ്. ആര് ഇന്ത്യൻ മലയാള സിനിമയെ ഉദ്ധരിക്കാൻ വേണ്ടി നടക്കണം. പിന്നെ മോഹൻലാലിൻ്റെ കട്ട ഫാനാണ്. മോഹൻലാലിന് വേണ്ടി മരിക്കാൻ വേണ്ടി റെഡിയായിരിക്കുന്ന ആളാണ്. അയാളെ കൊണ്ട് 5 ഡയലോഗ്. ആര്യവൻ പൃഥ്വിരാജ് പറഞ്ഞതുപോലെ ഒരു മലയാളത്തിലെ വലിയ ചെറിയ പടം അത്രയേ ഉള്ളൂ. ഓവർ ഹൈപ്പോ കാര്യങ്ങൾ കൊടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു. കണ്ടത് അതിമനോഹരം, കാണാത്തത് അതിനേക്കാട്ടി അതിമനോഹരമായിരിക്കും. സൂപ്പർ. പക്ഷെ ഫസ്റ്റ് ലൂസിഫർ ഉണ്ടാക്കിയിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. അത്ര ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ലൂസിഫർ പോലെ ഒരു വാവ് ഫാക്ടർ ഒന്നും ഇല്ല പടത്തിൽ. ഞാൻ ഒത്തിരി എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നു. എനിക്ക് ലോ പേസിൽ ചിന്തിച്ചത് അതിനനുസരിച്ച് ഐ ആം ഹാപ്പി വിത്ത് അംബാസഡർ 800 ആയി. അംബാസഡർ എന്ന് പറഞ്ഞു കൊണ്ടുവന്നവൻ വെറും 800. അഹങ്കാരം എന്ന് പറയുന്നത് മനുഷ്യന് ശകലേ ആവാൻ പാടുള്ളൂ. മോഹൻലാൽ എന്ന് പറയുന്ന ഇത്രയും വലിയ മനുഷ്യനെ കൊണ്ടുവന്ന് വെറും 7 ഡയലോഗാണ് അവൻ പറയിപ്പിച്ചിരിക്കുന്നത്. വെറും 7 ഡയലോഗ്. ദേഷ്യമാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ വളരെ ദേഷ്യമാണ് വരുന്നത്. കാരണം അത്രയും പ്രതീക്ഷയോടെ വന്നതാണ്. ഒരു പ്രാവശ്യം വേണമെങ്കിൽ മോഹൻലാലിനോടുള്ള സ്നേഹം കൊണ്ട് അമീർ ഖാനെ മറ്റവനെ മറിച്ചവനെ ലാസ്റ്റ് ഒരുത്തനെ കൊണ്ടുവന്ന് ആരാണെന്ന് പോലും അവനെന്നെ അറിയാമോ എന്തോ അത് ആരാണെന്ന്. കാരണം ഭയങ്കര ഡിസപ്പോയിൻറ്റഡ്. ഇത്രയും ഹൈപ്പിൽ കൊണ്ടുവന്ന് അംബാസഡറാണ്, മറ്റേതാണ് ഇന്ത്യയുടെ ട്രെയിനാണ്, ഇന്ത്യൻ സിനിമയുടെ ട്രെയിനാണ്, ഇന്ത്യൻ സിനിമയുടെ അംബാസഡർ എന്ന് പറഞ്ഞവർ 800ൻ്റെ ക്വാളിറ്റി പോലും ഇല്ല. അഹങ്കാരം എന്ന് പറയുന്നത് പൃഥ്വിരാജാണെങ്കിൽ ഏവനാണ്. അഹങ്കാരം ശകലം കാണിക്കും. ഇതേപോലുള്ള ഒരു മനുഷ്യനെ കൊണ്ടൊന്ന് മറ്റേ പരിപാടി ചെയ്യണം. 5 ഡയലോഗാണ് ആ മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചത്. 5 ഡയലോഗ്. ആര് ഇന്ത്യൻ മലയാള സിനിമയെ ഉദ്ധരിക്കാൻ വേണ്ടി നടക്കണം. പിന്നെ അത്രയല്ല 5 ഡയലോഗാണ് അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിച്ചത്. 5 ഡയലോഗ്. മോഹൻലാലിൻ്റെ കട്ട ഫാനാണ്. മോഹൻലാലിന് വേണ്ടി മരിക്കാൻ വേണ്ടി റെഡിയായിരിക്കുന്ന ആളാണ്. അയാളെ കൊണ്ട് 5 ഡയലോഗ്. ആര്യവൻ മലയാള സിനിമയുടെ അംബാസഡർ ആവാൻ നടക്കണം അവനാണ്. അടിപൊളി പൊളിപ്പടം കൊള്ളാം. അടിപൊളി കൊള്ളാം. അടിപൊളി പടം. സൂപ്പർ പടം. സൂപ്പർ പടം. സൂപ്പർ. കണ്ടത് അതിമനോഹരം, കാണാത്തത് അതിനേക്കാട്ടി അതിമനോഹരമായിരിക്കും. സൂപ്പർ. ലാലേട്ടനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫ്രെയിമിലും മാസാക്കിയിട്ടുണ്ട്. സൂപ്പർ. വേറെ ലെവൽ ബ്രോ. അന്യായമാണ്. കൊള്ളാം. സൂപ്പർ. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല പടം. അഭിനയം ആരെയും മോശം പറയില്ല കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. അഭിനയൊക്കെ അടിപൊളിയായിരുന്നു. അതായത് എന്താ പറയുക, ഇതിനകത്ത് കുറച്ച് ഡയലോഗ് ഡെലിവറീസ് കുറവാണ്. വിഷ്വൽസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ലാംഗ്വേജ് ആയിരുന്നാലും ശരി തന്നെ. നമ്മൾ ലൂസിഫർ ആണെങ്കിൽ നമ്മളെ കേരളത്തിലാണ് കുറച്ചുകൂടി കൂടുതൽ നിൽക്കുന്നത് പടം. പക്ഷേ ഇതാണെങ്കിൽ ഇനി ഒരു ഇൻ്റർനാഷണൽ ടീമാണ്. മനസ്സിലായില്ലേ? പല സ്ഥലങ്ങൾ ലൊക്കേഷനാണ്. അതേപോലെ തന്നെ ലാംഗ്വേജും അങ്ങനെ തന്നെയാണ്. നമുക്കിതിനകത്ത് കൂടുതലും ഇംഗ്ലീഷും ഹിന്ദിയാണ് വരുന്നത്. ബോളിവുഡ് ഹോളിവുഡ് ഒരു മിക്സ്. അതിനിടയിൽ കുറച്ച് മലയാളമുണ്ട്. മോഹൻലാലിൻ്റെ കുറച്ച് ഡയലോഗ്സ് തന്നെയാണ് ഇതിനകത്ത് കൂടുതലായിട്ടും നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുന്നത്. നല്ല പടമായിരുന്നു. സിനിമാറ്റോഗ്രഫി ആയാലും മ്യൂസിക് ആണെങ്കിലും അടിപൊളിയായിരുന്നു. പൊളിച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല. നല്ല പടം. അടിപൊളി. നല്ല പടം. ഭയങ്കര രസമുണ്ട്. നല്ല മേക്കിംഗ് ആണ്. അടിപൊളി പടം. സെക്കൻഡ് ഹാഫ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പൊളി. നല്ല പടം. സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് കുറച്ചുകൂടെ വേണമായിരുന്നു. നല്ല പടം. സെക്കൻഡ് ഹാഫ് കത്തും. ടോപ്പ് വൈസ് ടോപ്പാണ്. കാരണം മലയാളത്തിന് ഇങ്ങനത്തെ ഒരു അപ്രോച്ച് പെർഫോമൻസ് വൈസ് ആയാലും എല്ലാവരും കൊള്ളാം. പക്ഷെ ഫസ്റ്റ് ലൂസിഫർ ഉണ്ടാക്കിയിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. സാറ്റിസ്ഫൈഡ് ആണ്. അത്ര ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ലൂസിഫർ പോലെ ഒരു വാവ് ഫാക്ടർ ഒന്നും ഇല്ല പടത്തിൽ. സൂപ്പർ ആയിരുന്നു. നല്ല മൂവിയായിരുന്നു. എന്ത് പറയാം, പൃഥ്വിരാജ് പറഞ്ഞതുപോലെ ഒരു മലയാളത്തിലെ വലിയ ചെറിയ പടം അത്രയേ ഉള്ളൂ. ഓവർ ഹൈപ്പോ കാര്യങ്ങൾ കൊടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു. ഫസ്റ്റ് പാർട്ടിനാണ് ഏറ്റവും ബെറ്റർ. എല്ലാവരെയും കൊണ്ട് ബിൽഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. പക്ഷേ ലാലേട്ടൻ സെക്കൻഡ് ഹാഫിൽ തുടക്കം ഒരു എൻട്രി ഉണ്ട്. ഒരു രക്ഷയില്ല സെക്കൻഡ് എൻട്രി. ബാക്കിയൊക്കെ ഒരു സാധാരണ ലെവലിലേ ഉള്ളൂ. പിന്നെ പടത്തെ പറ്റി വലുതായിട്ടൊന്നും പറഞ്ഞില്ല. മേക്കിംഗ് അതുകൊണ്ട് പിടിച്ച് നിന്ന് അല്ല ഭയങ്കരമായിട്ടൊന്നുമില്ല. ഓവർ ഹൈപ്പിനനുസരിച്ച് പടം വന്നിട്ടില്ല. അത്രയേ ഉള്ളൂ. അത് ആൾറെഡി പറഞ്ഞു ലാലേട്ടൻ 40 മിനിറ്റേ ഉള്ളൂ. പക്ഷേ ഉള്ള മിനിറ്റിലും കുറച്ച് നേരം സ്റ്റൈലിഷായിട്ട് കൊണ്ട് നിർത്തി. അത്രയേ ഉള്ളൂ. വലിയ ഡയലോഗുകളോ കാര്യങ്ങളോ ഒന്നും നിർത്താതെ ചെറുതായിട്ടൊരു ശാന്തമായ രീതിയിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഭയങ്കരമായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒന്നും ഇല്ലാതാക്കി കളഞ്ഞു. ആ ഒരു ഇതേ ഉള്ളൂ. ഒരൊറ്റ സീനുണ്ട്. ആ സീൻ മാത്രം തന്നെയാണ് മെയിൻ. വേറെ ഒന്നുമില്ല. മേക്കിംഗ് ഒക്കെ പെർഫെക്റ്റ് ആണ്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജും ലാലേട്ടൻ പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ മുതൽ ക്ലൈമാക്സ് ഫൈറ്റ് സീൻ വരെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. പടം മേക്കിംഗ് വേറെ ലെവലായിട്ടുണ്ട്. മലയാള സിനിമയിലെ പീക്കായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് സംഭവമായിട്ട് തന്നെ വരും. എക്സ്പെക്ടേഷൻ എല്ലാം കറക്റ്റായിട്ട് എക്സ്പെക്ടേഷൻ പോലെ വന്നിട്ടുണ്ട് പടം.